ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ട്. പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. സംസ്ഥാനത്ത് 1-ാം ക്ലാസ്സിൽ പ്രവേശിച്ചത് 2.25 ലക്ഷത്തോളം കുട്ടികൾ. ജില്ലാതല പ്രവേശനോത്സവം നടവരമ്പിൽ നടന്നു. ഗുരുവായൂർ പേരകം മേഖലയിൽ ഇടിമിന്നലിൽ 50ഓളം വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. പോർക്കുളത്ത് വീട് ഭാഗികമായി തകർന്നു. വീടിന്റെ സമീപം കെട്ടിയിട്ടിരുന്ന പോത്തിൻകുട്ടി ഇടിമിന്നലേറ്റത്. കൊടുങ്ങല്ലൂരിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് 5 പവൻ സ്വർണം കവർന്നു. കോട്ടപ്പുറം തോപ്പിൽ ആനന്ദിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. അതിരപ്പള്ളി വാഴച്ചാലിൽ പുഴയിൽ കടുവകൾ ഇറങ്ങി. കടുവകൾ എത്തിയത് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്നും. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച രാവിലെ 7-ന് സ്ട്രോങ് റൂം തുറക്കും. 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ രാമവർമ്മപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണി തുടങ്ങുക. വോട്ടെണ്ണൽ സ്ഥലത്ത് മൊബൈൽ ഫോണുകൾ അനുവദിക്കില്ല. 546 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രം സന്ദർശിച്ച് അവസാനവട്ട ഒരുക്കങ്ങൾ ജില്ലാ കളക്ടർ വിലയിരുത്തി. ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ രാവിലെ 6-ന് അതാത് കേന്ദ്രങ്ങളിൽ ഹാജരാകണമെന്നും ജീവനക്കാർ നിർബന്ധമായും തിരിച്ചറിയൽ കാർഡ് ധരിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ലോക്സഭാ ഫലമറിയാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വ്യത്യസ്ത പന്തയവുമായി കോൺഗ്രസ് BJP പ്രവർത്തകർ. സേവാദൾ മുൻ മണ്ഡലം ചെയർമാൻ ബൈജു തെക്കനും BJP പ്രവർത്തകൻ ചില്ലി സുനിയും തമ്മിലാണ് പന്തയം. സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചാൽ തന്റെ കാർ സുനിക്ക് നൽകാമെന്നും സുരേഷ് ഗോപി തോറ്റാൽ തന്റെ കാർ ബൈജുവിന് നൽകാമെന്നുമാണ് പന്തയം. ഇരുവരും ചാപ്പറമ്പ് നാഗയക്ഷി ക്ഷേത്രത്തിന് മുന്നിൽ സുഹൃത്തുക്കളെ സാക്ഷികളാക്കി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ KL 46T 3622 എന്ന വാഗനർ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. K മുരളീധരൻ ജയിക്കുമെന്നാണ് എന്റെ ഈ മാരുതി സ്വിഫ്റ്റ് ഡിസയർ ബൈജുന് കൈമാറുന്നതാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിനായി ക്ഷേത്രത്തിൽ യുവാവിന്റെ ശയന പ്രദക്ഷിണം. സേവാഭാരതി മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിലാണ് പാന്തോടിലുള്ള ക്ഷേത്രത്തിൽ ശയന പ്രദക്ഷിണം നടത്തിയത്. സുരേഷ് ഗോപി ചോതി നക്ഷത്രം എന്ന പേരിൽ ഒരു ദിവസത്തെ പൂജ ഷീട്ടാക്കിയ ശേഷമാണ് ശയന പ്രദക്ഷിണം നടത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം രാവിലെ തൃക്കുന്നത്ത് ക്ഷേത്രത്തിലും ശയന പ്രദക്ഷിണം നടത്തുമെന്ന് രഞ്ജിത്ത് പറഞ്ഞു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയായി ഏകദേശം 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് സ്കൂളുകളിലെത്തിയത്. വില്ലടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന തൃശൂർ വിദ്യാഭ്യാസ ജില്ലാതല പ്രവേശനോത്സവത്തിൽ നവാഗതരായ കുരുന്നുകളെ മുതിർന്ന വിദ്യാർത്ഥികളും അധ്യാപകരും PTA-യും ചേർന്ന് പീലിക്കാവടിയുടെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ ഘോഷയാത്രയായി സ്വീകരിച്ചു. പ്രവേശനോത്സവം P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ I. സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A. അൽസാർ, ജില്ലാ പ്രോജക്ട് ഓഫീസർ ഡോക്ടർ ബിനോയ്, പ്രിൻസിപ്പാൾ ഇൻചാർജ് PA അബ്ബാസ്, ഹെഡ്മാസ്റ്റർ CK അജയ്കുമാർ, സ്കൂൾ വികസന സമിതി ചെയർമാൻ K. മുരളീധരൻ, സ്കൂൾ PTA പ്രസിഡന്റ് EC ശരത്ത്, മദർ PTA പ്രസിഡന്റ് PB ബിജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. വലിയ മാറ്റങ്ങളുമായാണ് ഇത്തവണത്തെ സ്കൂൾ തുറക്കൽ. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലാണ് പുതിയ പാഠപുസ്തകങ്ങൾ. ലിംഗനീതി ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങളാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത. ഇടവേളയ്ക്ക് ശേഷം 1-ാം ക്ലാസ്സിൽ അക്ഷരമാല തിരികെ എത്തിയെന്നതും പ്രത്യേകതയാണ്. TCV തൃശൂർ. മധ്യവേനൽ അവധിക്കാലത്തിന് വിടചൊല്ലി കുട്ടിക്കൂട്ടം വീണ്ടും വിദ്യാലയങ്ങളിൽ എത്തി. വിനോദത്തിന്റെ ആലസ്യം പൂർണ്ണമായും വിട്ടൊഴിയും മുൻപേ ചെറുമടിയോടെയാണ് പലരും അക്ഷരമുറ്റത്തെത്തിയത്. അവധിക്കാല വിനോദത്തിന് അവധി നൽകിയാണ്
കുരുന്നുകൂട്ടുകാർ അറിവിൻ്റെ വാതായനം തുറന്നിട്ട അക്ഷരമുറ്റത്തെത്തിയത്. പുതിയ ബാഗും നേരെ പിടിക്ക് കണ്ണൂറ് വെക്കേഷനൊക്കെ തീർന്നോട്ടോ. ജോലിയിലൊക്കെ എടുത്തു വെക്കേ, നമുക്ക് സ്കൂളിൽ പോകേണ്ട സമയല്ലേ ഇനി. UKG-കാരിയായ എംലിയ റോസ് തൃശൂർ ചേലക്കോട്ടുകര സ്വദേശി ലിൻഡോ ഗ്ലോറിയ ദമ്പതികളുടെ മകൾ. മതിവരുവോളം ഉറങ്ങിയും കളിച്ചും യാത്രകൾ പോയും അവധി ദിവസങ്ങൾ കടന്നുപോയി. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറന്ന ദിവസം രാവിലെ എഴുന്നേൽക്കാൻ അല്പം മടിയുണ്ടായി. ഇങ്ങനാണേലും പുതിയ കുടയും വാട്ടർ ബോട്ടിലും ബാഗുമൊക്കെ കിട്ടിയപ്പോൾ ആൾ ഹാപ്പിയായി. സ്കൂളിൽ പോകാനും കൂട്ടുകാരെ കാണാനും ഇഷ്ടവുമേറി. അവധി എങ്ങനെ ഉണ്ടായിരുന്നു? ടൂറൊക്കെ എങ്ങനെ പോയത്? മലക്കപ്പാറ, പിന്നെ കോഴിക്കോട്, കാഞ്ഞിരപ്പള്ളി കല്യാണത്തിന് പോയതാ. സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? ചെലപ്പം വഴിയൊക്കെ പഠിക്കും, ചെലപ്പം പുതിയ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടാ? എയ്ഡമരം ഇസമരം അത് മാത്രമുണ്ട് ഫ്രണ്ട്. കൺമണി അൻപോട് കാതലന്നാൻ എഴുതും കഴുതമേ ലാലാ. സ്കൂളുകൾ തുറന്നതോടെ രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കലിൽ തുടങ്ങുകയാണ് രക്ഷിതാക്കളുടെ തിരക്ക്. മഴയത്ത് പോകണം. വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സ്കൂളിൽ പിന്നെ പാർക്കൊക്കെ ഉള്ള കാരണം നല്ല ഇൻട്രസ്റ്റ് ആണ് പോവാനൊക്കെ. അപ്പോൾ പഠിപ്പായി കാര്യങ്ങളൊക്കെ ആയി. കാലവർഷം രക്ഷിതാക്കളുടെ ആശങ്ക അല്പം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിനവസരം നൽകാതെ പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ ആവേശം നിറച്ചാണ് എംലിയാമോൾ അടക്കമുള്ളവർ സ്കൂളിലേക്ക് എത്തിയത്. കളിയും പഠനവുമെല്ലാമായി സ്കൂൾ മുറ്റവും ആരവങ്ങളുടെയും ആളനക്കങ്ങളുടെയും വേദിയായി മാറി. അക്ഷരലോകത്തെത്തിയ കുട്ടിക്കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. പാൽപ്പായസം പോലെ മധുരമുള്ളതാകണം പഠനമെന്നും അതിനായി വിദ്യാർത്ഥികളും അധ്യാപകരും പരിശ്രമിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂർ ജില്ലാതല പ്രവേശനോത്സവം നടവരമ്പ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിദ്യാലയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി സർക്കാർ പരിശ്രമിക്കുകയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കുതിരപ്പുറത്തേറിയ വിദ്യാർത്ഥിയും കുട്ടികളുടെ ബാൻഡ് വാദ്യവും വിവിധ കലാരൂപങ്ങളുടെ വേഷപ്പകർച്ചയിലുമുള്ള വിദ്യാർത്ഥികളും തെയ്യവും നാടൻ കലാരൂപങ്ങളുമായി പ്രവേശനോത്സവത്തിന് മുന്നോടിയായി വർണ്ണാഭമായി റാലിയും നടന്നു. വിദ്യാർത്ഥികളെ വരവേൽക്കാൻ റോബോട്ടിക് ആനയും ഒട്ടകവും സ്കൂൾ കവാടത്തിൽ ഒരുക്കിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായിരുന്നു. TN പ്രതാപൻ MP മുഖ്യാതിഥിയായി. DPC ബിനോയ് NJ പദ്ധതി വിശദീകരണം നടത്തി. ആദ്യമായി വിദ്യാലയത്തിലെത്തിയ കുരുന്നുകൾക്ക് പഠനോപകരണങ്ങളും മധുരവും വിതരണം ചെയ്തു. കുട്ടികളും ഫിറ്റ്നസ്സും ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം അടച്ചുപൂട്ടിയ എയ്ഡഡ് LP സ്കൂളിൽ വീണ്ടെടുപ്പിന്റെ മണി മുഴങ്ങി. ആലത്തൂർ സെന്റ് ആന്റണീസ് LP സ്കൂളാണ് ചക്കാമ്പറമ്പ് വിജ്ഞാനിദായിനി സഭ ഏറ്റെടുത്ത് ഈ വർഷം തുറന്നത്. ആദ്യ ദിവസം 8 കുട്ടികളാണ് എത്തിയത്. കുട്ടികളുടെ പ്രവേശനം സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും മാനേജ്മെന്റ് മാറിയതിന്റെ അംഗീകാരവും അടുത്ത ദിവസങ്ങളിൽ ലഭിക്കുമെന്നും സ്കൂൾ കൈമാറിയ മാനേജർ ആന്റണി ഡേവിസ് പറഞ്ഞു. നിലവിൽ 1ാം ക്ലാസ്സിലേക്കും ബാക്കി ക്ലാസ്സിലേക്കും ആയിട്ട് കുട്ടികൾ വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ അപേക്ഷ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അപേക്ഷ ഈ ഫയല് അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ. അത് ഈ ദിവസങ്ങളിൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 1930 സ്ഥാപിച്ച സ്കൂൾ സർക്കാരിന് സൗജന്യമായി വിട്ടു നൽകുന്നതിന് സമ്മതമാണെന്ന് കാണിച്ച് 2018 മാനേജർ കത്ത് നൽകിയെങ്കിലും നടപടിയായിരുന്നില്ല.
തുടർന്നാണ് ഫിറ്റ്നസും കുട്ടികളും ഇല്ലാത്തതിനാൽ സ്കൂൾ താൽക്കാലികമായി അടയ്ക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിന് മാനേജർ കത്ത് നൽകിയത്. 50 സെന്റ് സ്ഥലമാണ് ഈ വിദ്യാലയത്തിന് ഉള്ളത്. ഇപ്പോൾ നിലവിൽ ഒരു സ്ഥിരം അധ്യാപികയാണ് ഉള്ളത്. വിദ്യാലയം പൂട്ടിയപ്പോൾ പ്രധാന അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് സ്ഥലം മാറ്റിയിരുന്നു. TCV മാള. വിദ്യാർത്ഥികളിലെ വ്യത്യസ്തങ്ങളായ കഴിവുകൾ വളർത്തിയെടുക്കാനുള്ള ഇടപെടലാണ് ഉന്നതി സ്റ്റുഡൻസ് ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രവേശനോത്സവവും ഉന്നതി സ്റ്റുഡൻസ് ക്ലബിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും തിരുവില്ലാമല മാറയിലെ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരുവില്ലാമല പഞ്ചായത്ത് അംഗം സ്മിത സുകുമാരൻ അധ്യക്ഷയായിരുന്നു. പടയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, പടയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N ആശാദേവി, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ഇൻചാർജ് ഉഷ K നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ ഇന്ന് തന്നെ രൂപീകരിക്കുക സംസ്ഥാനത്തെ നമ്മുടെ 32 MRSകളിലും ഉന്നതി സ്റ്റുഡൻറ് ക്ലബ്ബ് രൂപീകരിക്കും. 44 ITകളിലും നമ്മുടെ ഉന്നതി സ്റ്റുഡൻറ് ക്ലബ്ബ് രൂപീകരിക്കും. 85 നമ്മുടെ SC ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പ്രീമെട്രി ഹോസ്റ്റലും 106 ST ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലും ഉന്നതി ക്ലബിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻ പിന്നീട് എല്ലാവർക്കും കിട്ടും. അരിമ്പൂർ പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ ഗവൺമെന്റ് UP സ്കൂളിൽ 9 പേർ ഇതര സംസ്ഥാന വിദ്യാർത്ഥികൾ. വിദ്യാലയത്തിലെ പഠന മികവറിഞ്ഞാണ് ഇവിടെ ചേർത്തിയതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, തമിഴ്നാട്, ദില്ലി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 9 വിദ്യാർത്ഥികളാണ് ഇവിടെ വ്യത്യസ്ത ക്ലാസുകളിൽ പഠിക്കുന്നത്. ഈ സർക്കാർ വിദ്യാലയത്തിലെ പഠന മികവിനെ കുറിച്ചറിഞ്ഞാണ് കുട്ടികളെ ഇവിടെ ചേർത്തതെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. ഡൽഹി, രാജസ്ഥാൻ, തമിഴ്നാട് തുടങ്ങി പല സംസ്ഥാനങ്ങളിൽ നിന്നായി ഏകദേശം 10ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ വർഷവും 3-4 കുട്ടികൾ ഇതുപോലെ നമ്മുടെ വിദ്യാലയത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ കൂടിയതിന് ശേഷം, ഈ വിദ്യാലയത്തിൽ വന്നതിന് ശേഷം ഈ കുഞ്ഞുമക്കൾ മലയാളം നന്നായി പറയാൻ പഠിച്ചു എന്നതാണ്. അത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. അതിൽ എനിക്കുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള മക്കളെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് ചേർക്കാനായിട്ട് ഞങ്ങൾ മുൻകൈ എടുക്കും. അവരെ പഠിപ്പിച്ച് നമ്മുടെ മക്കളാക്കി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഗുരുവായൂർ പേരകം മേഖലയിൽ ഇടിമിന്നലിൽ 50ഓളം വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് ഇടിമിന്നൽ ഉണ്ടായത്. 2 മാസം മുൻപ് സ്ഥാപിച്ച 33 kV ലൈൻ കമ്പി പൊട്ടി വീണു. ഈ ഭാഗത്തെ കോൺക്രീറ്റ് വൈദ്യുതി പോസ്റ്റിന്റെ വലിയൊരു ഭാഗം തെറിച്ചുപോയി. ഇതോടെ ഈ മേഖലയിലെ വൈദ്യുതി വിതരണം നിലച്ചു. തിങ്കളാഴ്ച രാവിലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചതോടെ വീടുകളിൽ മീറ്റർ ബോർഡുകൾ, ഇൻവെർട്ടർ, ഫാൻ, മോട്ടോർ പമ്പ് തുടങ്ങി വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. പേരകം 118 നമ്പർ അംഗൻവാടിയിലെയും മുട്ടത്ത് തോമസിന്റെ പച്ചക്കറിക്കടയിലെയും മീറ്ററുകളും LED ബൾബുകളും പൊട്ടിത്തെറിച്ചു. വീടുകളിലെയും തെരുവ് വിളക്കുകളിലെയും LED ബൾബുകൾ പൊട്ടിത്തെറിച്ചു. മൂക്കുട്ട സെന്ററിൽ ചെമ്മണ്ണൂർ ലാസർ, ബ്രഹ്മകുളം ഫ്രാൻസിസ്, ആലുംപടി ജനകീയാസൂത്രണം റോഡിൽ തൈക്കാടൻ ജോയ്, പുലിക്കോട്ടിൽ പ്രസാദ് പോൾ, ചെമ്മണ്ണൂർ റോബർട്ട്, പറയിരിക്കൽ അഷ്കർ, മത്രംകോട്ട് സുബ്രഹ്മണ്യൻ, കോമളത്ത് ഇസ്മായിൽ എന്നിവരുടെ വീടുകളിൽ വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചു. നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് പൊതുപ്രവർത്തകനായ ലാസർ പേരകം ആവശ്യപ്പെട്ടു. പേരകം, മുക്കുട്ട, അതുപോലെ തന്നെ ജനകീയാസൂത്രണം റോഡ്, ഈ പ്രദേശങ്ങളിലൊക്കെ ഇന്നലെ വൈകിട്ട് നില ഇറങ്ങിയിട്ട് ഒരു ഇടിവെട്ടുകയും അതിനോട് തുടർന്ന് പുതുതായി വലിച്ച 33 kV ലൈൻ പൊട്ടി താഴെ വീഴുകയും തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ഒത്തിരി ഇലക്ട്രിക് ഉപകരണങ്ങൾ എല്ലാം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇൻവെർട്ടർ, ബൾബ് പൊട്ടിത്തെറിക്കൽ, ഫാൻ കേടുവരൽ, വാട്ടർ പമ്പ് കേടുവരൽ, ഇങ്ങനെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട സർക്കാരിനോടും അതുപോലെ തന്നെ KSEBയോടും പറയാനുള്ളത്, അർഹരായവർക്ക് അതിൻ്റെ കണക്കെടുത്ത് നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ്. ഇടിമിന്നലിൽ പോർക്കുളത്ത് വീട് ഭാഗികമായി തകർന്നു. പോർക്കുളം കമ്മ്യൂണിറ്റി ഹാളിന് സമീപം പുലിക്കോട്ടിൽ വീട്ടിൽ രാധയുടെ വീടാണ് തകർന്നത്. ഇവരുടെ വീടിന് സമീപം കെട്ടിയിട്ടിരുന്ന പോത്തിൻകുട്ടി ചത്തു. പട്ടിക്കാട് പൂവൻചിറയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ചിന്നങ്ങത്ത് രാധാകൃഷ്ണന്റെ വീടിന്റെ മേൽക്കൂരയാണ് ഇന്ന് പുലർച്ചെ തകർന്നു വീണത്. വീട്ടിൽ രാധാകൃഷ്ണനും കിടപ്പ് രോഗിയായ അമ്മ പാർവതിയും ഉണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല.
കൊടുങ്ങല്ലൂരിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് സ്വർണം കവർന്നു. കോട്ടപ്പുറം ടോളിന് സമീപം കള്ളുഷാപ്പിനടുത്ത് തോപ്പിൽ ആനന്ദന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ആനന്ദന്റെ ഭാര്യ രതിയുടെ 5 പവന്റെ സ്വർണ്ണമാലയാണ് നഷ്ടപ്പെട്ടത്. വീടിന്റെ അടുക്കള വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മാല കവരുകയായിരുന്നു. രാവിലെ വീട്ടുകാർ ഉറക്കമുണർന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതൊക്കെ ലോക്കൊക്കെ പൊളിച്ചിട്ട് അങ്ങനെ ഞാൻ വേഗം ചെന്ന് മാലയാണ് നോക്കി മുറി ചെന്ന് നോക്കി കറക്റ്റൊരു മാലയില്ല. അതാണ് സംഭവിച്ചത്. അപ്പോൾ ആളരിയത്ത് കിടക്കുന്നുണ്ട് അവിടെ. ചേട്ടനെ അരിയത്ത് കിടന്ന് ആ കട്ടിലിൻ്റെ അടിയിൽ സ്ലാവുമ്മലാണ് അടിയിലാണ് വെച്ചിരുന്നത്. വേറെ ഒരു അനക്കവും പറ്റിയിട്ടില്ല. സാരികളൊക്കെ അങ്ങോട്ട് നീങ്ങൊന്നും ചെയ്തില്ല. നേരെ ഇത് തപ്പിയെടുത്ത് പോയിട്ടുണ്ട്. അലമാര താക്കോലുണ്ടായിരുന്നു. അലമാരൊന്നും തുറന്നില്ല. ഈ സാധനം എടുത്തിട്ട് പോയി. അതിരപ്പള്ളി വാഴച്ചാലയിൽ പുഴയിൽ കടുവകൾ ഇറങ്ങി. 2 ദിവസം മുൻപാണ് വെള്ളം കുറവായിരുന്ന സമയത്ത് കടുവകളെ കണ്ടത്. പുഴയ്ക്ക് സമീപത്തുണ്ടായിരുന്ന യുവാക്കളാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ആളനക്കമറിഞ്ഞതോടെ കടുവകൾ തിരിച്ചു കാട്ടിലേക്ക് പോയി. കടുവകളുടെ സാന്നിധ്യമുള്ള മേഖലയാണ് വാഴച്ചാൽ. മാസങ്ങൾക്ക് മുൻപ് വെറ്റിലപ്പാറയിൽ നാട്ടുകാരുടെ പശുക്കളെ ആക്രമിച്ചു കൊന്നത് കടുവകളാണെന്ന് കണ്ടെത്തിയിരുന്നു. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്നും എത്തുന്നതാണ് ഇവയെന്ന് പറയുന്നു. ഇരിങ്ങാലക്കുട KSRTC അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. ഇരിങ്ങാലക്കുട KSRTCയുടെ നിലനിൽപ്പ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനപ്രതിനിധികളുടെ താൽപര്യക്കുറവും അലംഭാവവുമാണ് ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് കാരണമെന്നും ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഉണ്ണിയാടൻ പറഞ്ഞു. KSRTC ഓഫീസിന് മുൻപിൽ നടന്ന ധർണയിൽ പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനി മോഹൻദാസ്, സിജോയ് തോമസ്, PT ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിൽ പേരാമ്പ്ര നാടുകുന്നിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പേരാമ്പ്ര കളത്തിങ്കൽ ഓനപ്പൻ മകൻ 58 വയസ്സുള്ള ജെയിംസ് ആണ് മരിച്ചത്. നാടുകുന്നിൽ കോഴിക്കച്ചവടം നടത്തുന്ന ജെയിംസ് കടയിലേക്ക് പോകുന്നതിനിടയിലാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ് ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കുന്നുകുളം മരത്തംകോട് സ്കൂളിന് മുൻപിൽ KSU പ്രവർത്തകർ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത് സ്ഥാപിച്ച ബോർഡ് SFI പ്രവർത്തകർ നീക്കം ചെയ്തുവെന്നാരോപിച്ച് SFI KSU പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം നടന്നു. വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത് SFI പ്രവർത്തകരും KSU പ്രവർത്തകരും ബോർഡ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ KSU പ്രവർത്തകർ സ്ഥാപിച്ച ബോർഡ് SFI പ്രവർത്തകർ നീക്കം ചെയ്തുവെന്ന് ആരോപിച്ചാണ് വാക്കുതർക്കമുണ്ടായത്. തർക്കം രൂക്ഷമായതോടെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് കുന്നുകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി എല്ലാ ബോർഡുകളും നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചതോടെയാണ് രംഗം ശാന്തമായത്. ഭാരതീയതയെപ്പറ്റി പറയുന്നവരെ വേട്ടയാടുന്ന രാഷ്ട്രീയ സംസ്കാരം കേരളത്തിന്റെ ശാപമാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ പറഞ്ഞു. മാടമ്പ് സ്മൃതി പർവം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭാരതീയ പാരമ്പര്യത്തെ ഉൾക്കൊള്ളാനും അതിനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ആധുനികത എന്നാൽ ഭാരതീയതയെ പിന്തള്ളലല്ല. വേദം പഠിച്ചവർക്ക് ഭാരതീയതയെ അവഹേളിക്കാനാവില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്ക് സമ്മാനിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് കുമുദ് ശർമ്മ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. മുൻ ചീഫ് സെക്രട്ടറി VP ജോയ്, രാജൻ തറയിൽ, സുധാകരൻ പാവറട്ടി, KU കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ ഇല്ലാതാക്കുകയും വിയോജിക്കുന്നവരുമായിട്ട് അസഹിഷ്ണുത പുലർത്തുകയും ചെയ്യുന്ന സമീപനം, ആ സമീപനം കേരളത്തിൽ വളർന്നു വരുമ്പോൾ അതിന് ഉത്തരവാദി ആരാണ്, അതിന് കാരണക്കാരാരാണ്, ആ ചിന്താരീതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ മഹത്വവൽക്കരിക്കുന്ന ഒരു സമീപനം. അങ്ങനെ ഭാരതീയ എരുമപ്പെട്ടി തോന്നല്ലൂരിൽ ബൈക്കും ഗ്യാസ് സിലിണ്ടറുകളുമായി പോയിരുന്ന ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. എരുമപ്പെട്ടി പഴവൂർ പാമ്പ്ര വീട്ടിൽ ഉസ്മാന്റെ മകൻ മുഹമ്മദ് ഉവൈസിനാണ് പരിക്കേറ്റത്. ആദൂർ റോഡിന് സമീപത്തുള്ള വളവിലാണ് അപകടമുണ്ടായത്. കേച്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഉവൈസ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിർദിശയിൽ വന്നിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. കാലിന് പരിക്കേറ്റ ഉവൈസിനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറുകളുമായി തൃശൂരിലേക്ക് പോവുകയായിരുന്ന ലോറി അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട് എതിർവശത്തുള്ള പറമ്പിലേക്ക് പാഞ്ഞു കയറി മറിയുകയായിരുന്നു. ലോറി ഡ്രൈവറും ഗ്യാസ് കമ്പനി ജീവനക്കാരനും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു.
സിലിണ്ടറുകൾ റോഡിൽ തെറിച്ചു വീണു. ഗ്യാസ് ഒഴിഞ്ഞ സിലിണ്ടറുകളായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കുന്നംകുളം ഗേൾസ് സ്കൂളിന് സമീപം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ മധ്യവയസ്കന് പരിക്കേറ്റു. എടക്കര അകലാട് സ്വദേശി അമ്പലയിൽ വീട്ടിൽ രാജനാണ് പരിക്കേറ്റത്. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിന്നും അഞ്ഞൂർ റോഡിലേക്ക് തിരിയുകയായിരുന്ന ബൈക്കും ഗുരുവായൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന AR ഗ്രൂപ്പിന്റെ ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അത്ലറ്റിക് രംഗത്ത് ഉയരങ്ങൾ തേടി വീട്ടമ്മ. പാർലിക്കാട് പാറങ്ങാട്ടിൽ വീട്ടിൽ വിജയന്റെ ഭാര്യ രജനിയാണ് കായികരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നത്. ജൂൺ 5, 6, 7, 8 തീയതികളിൽ അയോധ്യയിൽ നടക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ 45-കാരി. 100 മീറ്റർ ഓട്ടം, ജാവലിൻ ത്രോ, ഹാമർ ത്രോ എന്നീ മത്സരങ്ങളിലാണ് രജനി വിജയൻ പങ്കെടുക്കുന്നത്. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന രജനി ജോലിയിലെ ഒഴിവു സമയങ്ങളിലാണ് പരിശീലനം നടത്തുന്നത്. തൃശൂർ സ്വദേശിയായ രാജൻ ജോസഫാണ് പരിശീലകൻ. PK ഗോപാലകൃഷ്ണൻ സ്മാരക നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ജ്ഞാനത്തിന്റെ രാഷ്ട്രീയ പ്രകാശനം എന്ന സ്മരണികയുടെ പ്രകാശനം നടത്തി. CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയ സ്മരണികയുടെ പ്രകാശനം റവന്യൂ മന്ത്രി K രാജൻ കേരള ഫീഡ്സ് ചെയർമാൻ K ശ്രീകുമാറിന് നൽകി നിർവഹിച്ചു. സ്മാരക നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ E.T. ടൈസൺ MLA അധ്യക്ഷനായിരുന്നു. കൺവീനർ TP രഘുനാഥ്, TN തിലകൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു രാജിവെച്ചു. പഞ്ചായത്ത് സെക്രട്ടറി PA ഷൈലയ്ക്കാണ് രാജിക്കത്ത് കൈമാറിയത്. ഇടതുമുന്നണി ധാരണപ്രകാരമാണ് CPM അംഗമായ ചാന്ദിനി വേണു രാജിവെച്ചത്. അടുത്ത 19 മാസം CPI അംഗം കൊച്ചപ്പൻ വടക്കൻ പ്രസിഡന്റാകുമെന്നാണ് ധാരണ. കാലപ്പഴക്കം മൂലം വർഷങ്ങളായി കോൺക്രീറ്റ് തകർന്നു കിടക്കുകയാണ് വെങ്കിടങ്ങ് പഞ്ചായത്ത് 17-ാം വാർഡിലെ കുണ്ടഴിയൂർ ചീർപ്പ്. കനോലി കനാലിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനാണ് ഈ ചീർപ്പ് നിർമ്മിച്ചത്. ചീർപ്പ് തകർന്നതോടെ ഉപ്പുവെള്ളം കയറി 15, 16, 17 എന്നീ 3 വാർഡുകളിലെ കുടിവെള്ള കിണറുകളും നിരവധി ഏക്കർ തെങ്ങ് കൃഷിയും നശിച്ചു. ബന്ധപ്പെട്ട അധികാരികൾ അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിലാണ്. നിരവധി ഗ്രാമസഭകളിലും പഞ്ചായത്ത് ഓഫീസിലും നാട്ടുകാർ പരാതിപ്പെട്ടെങ്കിലും ഫണ്ടില്ലെന്നായിരുന്നു മറുപടി. വേലിയേറ്റവും വേലിയിറക്കവും ചീർപ്പിലൂടെ തടസ്സമില്ലാതെ നടക്കുന്നുണ്ട്. ഇപ്പോൾ 10 വർഷത്തിനിപ്പുറം പലകയിടാറില്ല. 200 മീറ്റർ തെക്ക് ഭാഗത്തായി സ്വകാര്യ വ്യക്തിയുടെ പുഴയോരം തകർന്നു കിടക്കുകയാണ്. അതിലൂടെയും ഉപ്പുവെള്ളം കയറുകയാണ്. പുഴയോരം സംരക്ഷിക്കാൻ മൈനർ ഇറിഗേഷൻ അനുമതി ലഭിക്കുകയും ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം വകയിരുത്തി ടെൻഡർ നടത്തിയെങ്കിലും നിർമ്മാണ വസ്തുക്കളുമായി വാഹനം പുഴയോരത്ത് എത്തുന്നില്ലെന്ന് പറഞ്ഞ് കരാറുകാരൻ പണി നടത്തിയില്ല. ഹരിതകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശമുണ്ടായതിനെ തുടർന്ന് നീർത്തട നടത്തം നടത്തിയെങ്കിലും അതിലും ഫണ്ട് അനുവദിച്ചില്ല. കുണ്ടഴിയൂർ ചീർപ്പ് പുതുക്കി പണിയുകയും തകർന്ന പുഴയോരം കെട്ടി സംരക്ഷിക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പാവറട്ടി. കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരോട് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറുന്നുവെന്ന് SHO ഉറപ്പുവരുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരി സ്വദേശി നവീൻ ബാലകൃഷ്ണൻ കയ്പമംഗലം സ്റ്റേഷനിലെ സീനിയർ CPO തോമസിനെതിരെ സമർപ്പിച്ച പരാതി തീർപ്പാക്കി കമ്മീഷൻ അംഗം VK ബീനാകുമാരിയാണ് ഉത്തരവിട്ടത്. 2019 ജനുവരി 2-നാണ് പരാതിക്കിടയാക്കിയ സംഭവമുണ്ടായത്. പരാതിക്കാരനോട് അപമര്യാദയായി പെരുമാറിയെന്നും ഭക്ഷണവും വെള്ളവും കഴിക്കാൻ അനുവദിച്ചില്ലെന്നും മൊബൈൽ ഫോൺ ബലമായി പിടിച്ചുവാങ്ങി അന്യായമായി തടങ്കലിൽ വെച്ചെന്നും പരാതിയിൽ പറയുന്നു. കൊരട്ടി വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുനിറച്ച തിരുനാളിന് ചൊവ്വാഴ്ച കൊടിയേറും. വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മാത്യു കല്ലിങ്കൽ കൊടിയേറ്റം നിർവഹിക്കും. ഈ മാസം 11-നാണ് തിരുനാൾ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 10 ഭവനങ്ങളുടെ ആശീർവാദവും 40 ഭവനങ്ങൾക്കായുള്ള ശിലാ ആശീർവാദവും 11-ന് നടക്കും. സുവർണ ജൂബിലി വർഷം പ്രമാണിച്ച് ഇറ്റലിയിലെ പാതുവായിൽ നിന്നും വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് ഈ മാസം 10-ന് പ്രതിഷ്ഠിക്കും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജോസഫ് ബിജു തട്ടാശ്ശേരി, കൈക്കാരന്മാരായ ഡൊണാറ്റസ് പെരേപ്പറമ്പിൽ, ജനറൽ കൺവീനർ ലെനിൻ ഡോഡ്ഗിസ്, ജോയിന്റ് കൺവീനർ സെബാസ്റ്റ്യൻ പാറമേൽ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പീച്ചി വാഴാനി വന്യജീവി സങ്കേതം ഒളകര ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ മണിയൻകിണർ കോളനിയിൽ ആദിസ്വരലയം പരിപാടി സംഘടിപ്പിച്ചു. പീച്ചി വൈൽഡ് ലൈഫ് വാർഡൻ പ്രഭു ഉദ്ഘാടനം ചെയ്തു. ഒളകര ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ U സജീവ് കുമാർ അധ്യക്ഷനായിരുന്നു. പീച്ചി വാഴാനി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സുമൂസ് കറിയ, സെഷൻ ഫോറസ്റ്റ് ഓഫീസർ EP പ്രതീഷ്, മണിയൻകിണർ EDC പ്രസിഡന്റ് E അനിൽകുമാർ, സെക്രട്ടറി CA താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു.
കണ്ടശംകടവ് മാമ്പിള്ളി ഞെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പഞ്ചാരിമേളം അരങ്ങേറ്റം നടത്തി. കലാനിലയം ഗുരുനാഥൻ വിനായകന്റെ ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച 8ഓളം കലാകാരന്മാരാണ് അരങ്ങേറ്റം കുറിച്ചത്. കലാനിലയം കുഞ്ചുണ്ണി ഭദ്രദീപം തെളിയിച്ചു. കാട്ടൂരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. കാട്ടൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ ഉദ്ഘാടനം ചെയ്തു. 7ാം ബൂത്ത് പ്രസിഡന്റ് അക്ബർ അലി അധ്യക്ഷനായിരുന്നു. ജോമോൻ വലിയ വീട്ടിൽ, MJ റാഫി, ജയ്ഹിന്ദ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷെ അതിൽ നിന്ന് വിഭിന്നം നമുക്കും ഒരു കാഴ്ചപ്പാട് വിദ്യാർത്ഥികളെ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കനകമല തീർത്ഥാടന കേന്ദ്രത്തിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുരിശുമുടിയിലേക്കുള്ള പാതയോരത്ത് ബൊഗൈൻവില്ല തൈകൾ നട്ടു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ബൊഗൈൻവില്ല തൈകൾ നടീലിന്റെ ഉദ്ഘാടനം തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി നിർവഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഷോജൻ ഡി വിധേയത്തിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഷീന തോമസ്, വർഗീസ് വെളിയൻ, ഷിബു ആട്ടോക്കാരൻ, പീറ്റർ ആലങ്ങാട്ടുകാരൻ, ബിജു ചുള്ളി, ജോജു ചുള്ളി എന്നിവർ സംസാരിച്ചു. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ മെറിറ്റ് ഡേ എഴുത്തുകാരനും കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ രജിസ്ട്രാറുമായ ഡോക്ടർ NR ഗ്രാമപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ PS ഉഷ, മാനേജർ CG രാജൻ, SN ട്രസ്റ്റ് സെക്രട്ടറി EN ശശി, പഞ്ചായത്ത് അംഗം KV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മിഴി ജീവകാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജില്ലാ സമ്മേളനം രക്ഷാധികാരി ഡോക്ടർ PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. 100 വിദ്യാർത്ഥികൾക്ക് പഠനക്കിറ്റും 10 പേർക്ക് ചികിത്സാ സഹായവും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രതിഭാ പുരസ്കാരവും വിതരണം ചെയ്തു. മിഴി ജില്ലാ പ്രസിഡന്റ് സുരേഷ് കള്ളിയത്ത് അധ്യക്ഷനായിരുന്നു. ലയൺസ് ക്ലബ്ബ് മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ ജോൺസൺ, മിഴി വർക്കിംഗ് പ്രസിഡന്റ് ശിവദാസൻ എടക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. എങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CS രാജേഷ് അധ്യക്ഷനായിരുന്നു. ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ്, മാനേജർ MB മോഹൻ, എങ്ങണ്ടിയൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല സോമൻ, വാർഡ് മെമ്പർ KR ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പുറ്റേക്കര സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോസഫ് പാലയൂർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചുണ്ടൽ, മാനേജർ MB പയസ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു, പ്രിൻസിപ്പൽ ബിനു T പനക്കൽ, പ്രധാനാധ്യാപിക ജയലത K ഗ്നേഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി പഞ്ചായത്ത് തല പ്രവേശനോത്സവം CKC LP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ TK സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. ഫാദർ മിഥുൻ ചുങ്കത്ത്, ജനപ്രതിനിധികളായ ജോസഫ് ബെന്നി, CB ജോൺസൺ, മദർ സുപ്പീരിയർ സിസ്റ്റർ ജോഫി എന്നിവർ സംസാരിച്ചു. അക്കാദമിക് മാസ്റ്റർ പ്ലാൻ, റീഡേഴ്സ് തിയേറ്റർ, പാട്ടരങ്ങ് എന്നിവ പ്രകാശനം ചെയ്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MM ജോൺസൺ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ KU വിജയൻ, ശ്രീജിത്ത് പട്ടത്ത്, പ്രിൻസിപ്പൽ KP ലിയോ, പ്രധാനാധ്യാപകൻ അനിൽകുമാർ, മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ എന്നിവർ സംസാരിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് തല പ്രവേശനോത്സവം അഞ്ഞൂർ GWLP സ്കൂളിൽ നടന്നു. പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷാദേവി നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷനായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു, വാർഡ് മെമ്പർ UV ബിനീഷ്, പ്രധാനാധ്യാപിക ഫ്ലോറ മാത്യു വടക്കൂട്ട്, PTA പ്രസിഡന്റ് PS ശിവദാസ്, MPTA പ്രസിഡന്റ് ഡോക്ടർ ഉജിത അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CS സിരിൻസൺ അധ്യക്ഷനായിരുന്നു. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത്ത് നിർവഹിച്ചു. പ്രധാനാധ്യാപിക PV ഷൈനി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൃഷ്ണകുമാർ, വാർഡ് മെമ്പർ അനിത എന്നിവർ സംസാരിച്ചു.
സമഗ്ര ശിക്ഷ കേരളം പഴയന്നൂർ BRCയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് തല പ്രവേശനോത്സവം കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് B തങ്കമ്മ അധ്യക്ഷയായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ മുഖ്യാതിഥിയായി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പ്രശാന്തി, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. എനമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായി. സ്കൂൾ മാനേജർ ഫാദർ ജേസൺ തെക്കുംപുറം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപകൻ ജോഷി പോൾ, PTA പ്രസിഡന്റ് ബിജോയ് പെരുമാട്ടിൽ, നൈസി ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് തല പ്രവേശനോത്സവം ചേർപ്പ് പടിഞ്ഞാറ്റുമുറി ഗവൺമെന്റ് JBS സ്കൂളിൽ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് മുഖ്യാതിഥിയായി. സ്കൂൾ പ്രധാനാധ്യാപിക VD ലതിക, PTA പ്രസിഡന്റ് CK വിനോദ്, ചേർപ്പ് BPC സുരേഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ധന്യ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം CDCB, SP P വാഹിദ്, എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി, പ്രിൻസിപ്പൽ M സുധീർ, പ്രധാനാധ്യാപകൻ MS രാജീവ്, PTA പ്രസിഡന്റ് TS അഭിലാഷ് എന്നിവർ പങ്കെടുത്തു. മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് തുക കുട്ടികൾക്ക് വേണ്ടി കൈമാറി. വിരമിച്ച പ്രധാനാധ്യാപിക KS സരസു. കുട്ടികളാണ് മികച്ച അധ്യാപികയാകാനും സംസ്ഥാന അവാർഡ് നേടാനും കാരണമായതെന്നും അവാർഡിനായി നാമനിർദ്ദേശം നൽകിയത് PTA ആണെന്നും വ്യക്തമാക്കിയാണ് പ്രവേശനോത്സവത്തിൽ അതിഥിയായി എത്തിയ KS സരസു തുക കൈമാറിയത്. പ്രധാനാധ്യാപിക ചുമതലയുള്ള C തുഷാരയ്ക്കും PTA പ്രസിഡന്റ് PR ബിനുരാജിനുമാണ് തുക കൈമാറിയത്. ഗണിതശാസ്ത്ര അധ്യാപികയായ KS സരസു കലാകായിക പ്രവൃത്തി പരിചയമേളകൾക്കായി കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്നു. അവരെ സപ്പോർട്ട് ചെയ്ത നാട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഓരോ മക്കളുടെയും വിജയമാണ്. ഗുരുവായൂർ ദേവസ്വം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KB ഷിബു അധ്യക്ഷനായിരുന്നു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ TM ലത, പ്രധാനാധ്യാപിക K ജൂലിയറ്റ്, MB മധു തുടങ്ങിയവർ സംസാരിച്ചു. പാർലിക്കാട് സ്കൂളിലെ പ്രവേശനോത്സവം ഓട്ടൻതുള്ളൽ കലാകാരി കലാമണ്ഡലം അശ്വതി നാരായണൻ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിദ്യാർത്ഥികളെയും ആയുർ ജാക്ക് പ്ലാവിൻ തൈകൾ നൽകിയാണ് സ്വീകരിച്ചത്. ഈ മാസം 4-ന് എല്ലാ വിദ്യാർത്ഥികളും അവരവരുടെ വീടുകളിൽ തൈ നടുകയും 5-ന് രാവിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഓരോ ക്ലാസും ഈ പ്രവർത്തനങ്ങളുടെ വീഡിയോ പ്രകാശനം ചെയ്യുകയും വേണം. മണലൂർ സെന്റ് തെരേസസ് UP സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ടോയ്ലറ്റിന്റെയും പ്രവേശനോത്സവ പരിപാടികളുടെയും ഉദ്ഘാടനം മണലൂർ വെസ്റ്റ് ചർച്ച് വികാരി ഫാദർ ജൂജു ചിരിയങ്കണ്ടത്ത് നിർവഹിച്ചു. വാർഡ് അംഗം ഷാനി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ മാനേജർ സിസ്റ്റർ ഡെയ്സ് ലെറ്റ്, ഡോക്ടർ ആന്റണി തോപ്പിൽ, ഡെനീഷ് ജോയ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ഉപജില്ലാതല പ്രവേശനോത്സവം കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. ഗായകൻ സന്നിധാനന്ദൻ മുഖ്യാതിഥിയായി. സന്നിധാനന്ദന്റെ പാട്ടിനൊപ്പം നൃത്തം ചെയ്ത് കുട്ടികൾ സ്കൂൾ പ്രവേശന ചടങ്ങ് ഉത്സവമാക്കി. LP UP ഹൈസ്കൂൾ വിഭാഗം സംയുക്തമായാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T സോമശേഖരൻ, PK ഷബീർ, കൗൺസിലർ ലബീബ് ഹസൻ എന്നിവർ പങ്കെടുത്തു.
ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ചിത്രകാരൻ KJ ബാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മസൂദ് K വിനോദ് അധ്യക്ഷനായിരുന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക TS സുനി, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് നെയ്സൻ പൗലോസ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് സെന്റ് ജോസഫ് CGHS സ്കൂളിലെ പ്രവേശനോത്സവം P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഡെന്ന, വാർഡംഗം സിന്ധു ആൻഡോ ചാക്കോള എന്നിവർ പങ്കെടുത്തു. SSLCക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ച 73 വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി അനുമോദിച്ചു. മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്ക് കമ്മിറ്റി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു കോലാട്ട് അധ്യക്ഷനായി. സെക്രട്ടറി സുധീർ പൊറ്റേക്കാട്ട്, രക്ഷാധികാരി സുനിൽ കൊച്ചത്ത്, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടുകൾ. പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. സംസ്ഥാനത്ത് 1-ാം ക്ലാസ്സിൽ പ്രവേശിച്ചത് 2.25 ലക്ഷത്തോളം കുട്ടികൾ. ജില്ലാതല പ്രവേശനോത്സവം നടവരമ്പിൽ. ഗുരുവായൂർ പേരകം മേഖലയിൽ ഇടിമിന്നലിൽ 50ഓളം വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. പോർക്കുളത്ത് വീട് ഭാഗികമായി തകർന്നു. വീടിന്റെ സമീപം കെട്ടിയിട്ടിരുന്ന പോത്തിൻകുട്ടി ഇടിമിന്നലേറ്റ് ചത്തു. കൊടുങ്ങല്ലൂരിൽ വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് 5 പവൻ സ്വർണം കവർന്നു. കൊട്ടപ്പുറം തോപ്പിൽ ആനന്ദന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. അതിരപ്പള്ളി വാഴച്ചാലിൽ പുഴയിൽ കടുവകൾ ഇറങ്ങി. കടുവകൾ എത്തിയത് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്ന്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.